എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ NCERT 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അതിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. എല്ലാവരും ആദ്യം ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഇന്ന് നോക്കുന്നത് പാർട്ട് 2ലെ ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ചലനത്തിന് പിന്നിൽ പ്രത്യുൽപാദന ആരോഗ്യം, പിന്നെ വർഗീകരണം. ചലനത്തിന് പിന്നിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ്. ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവലോകത്തെ ചലനങ്ങളെ കുറിച്ചാണ്. സസ്യങ്ങളിലും അതുപോലെ ജന്തുക്കളിലും സൂക്ഷ്മജീവികളിലും എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങളാണ് നടക്കുന്നത്. ജീവന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും ചലനം ആവശ്യമാണ്. ആദ്യം സൂക്ഷ്മജീവികളിൽ എങ്ങനെയാണ് ഇവയില് ചലനത്തിനായിട്ട് പ്രത്യേക ഭാഗങ്ങളുണ്ട്. ബാക്ടീരിയയില് ഫ്ലജെല്ലം, അതൊക്കെ പഠിച്ചു വെക്കണം. ബാക്ടീരിയയില് ഫ്ലജെല്ലം, അമീബയോ കപടപാദം ഉപയോഗിച്ചാണ്, പാരമീസിയം സീലിയ ഉപയോഗിച്ചാണ് ചലനം സാധ്യമാക്കുന്നത്. ആദ്യം സൂക്ഷ്മജീവികളിലെ ചലനത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. ചലനത്തിനായിട്ട് പ്രത്യേക ഭാഗങ്ങൾ ഇവയ്ക്കുണ്ട്. ബാക്ടീരിയയില് ഫ്ലജെല്ലം, അമീബയില് കപടപാദം, പാരമീസിയത്തിൽ സീലിയ. ഇതൊക്കെ ചലന സഹായിയായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ അമീബയിലെ കപടപാദം ആഹാരം സമ്പാദിക്കാനും സഹായിക്കുന്നുണ്ട്. അടുത്തത് ജന്തുക്കളുടെ കാര്യമാണ് പറയുന്നത്. ജന്തുക്കളിലെ ചലനം എന്നത് ശരീരഭാഗത്തിനോ ചുറ്റുപാടിനെയോ അപേക്ഷിച്ച് ശരീരത്തിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. പുംബീജങ്ങളുടെ ചലനം, പെരിസ്റ്റാൾസിസ്, ഹൃദയമിടിപ്പ്, രക്തപര്യനം, നടത്തം, ഓട്ടം, ചാട്ടം, ഇതൊക്കെ ജന്തുക്കളിലെ ചലനത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് സസ്യങ്ങളിലാണ്. സസ്യങ്ങൾ സഞ്ചരിക്കുന്നില്ലെങ്കിലും സസ്യങ്ങളിലും വളർച്ചയുടെ ഭാഗമായിട്ടും അല്ലാതെയും വിവിധ തരത്തിലുള്ള ചലനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വിത്തുമുളയ്ക്കല്, അതുപോലെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സസ്യഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ സസ്യചലനത്തിന് ഉദാഹരണമാണ്. ഉദാഹരണമൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് പൊതുവായ ചലനങ്ങളാണ്. ഓസ്മോസിസ്, ഡിഫ്യൂഷന്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നീ പ്രക്രിയകൾ വഴി പദാർത്ഥ കണികകളുടെ സഞ്ചാരം, വാതക സംവഹനം, പോഷക സംവഹനം, മാലിന്യങ്ങളുടെ പുറന്തള്ളൽ എന്നിവയും എല്ലാ ജീവികളിലും പൊതുവായിട്ട് കാണുന്ന ചലനങ്ങളാണ്. നമ്മൾ ഈ ഓസ്മോസിസും ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഒക്കെ എന്താന്ന് പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്താണ്. എല്ലാവരും ആ വീഡിയോ കാണുക, ഇമ്പോർട്ടന്റ് ആണ്. ചലനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മജീവികളിലെയും ജന്തുക്കളിലെയും സസ്യങ്ങളിലെയും പിന്നെ പൊതുവായിട്ടുള്ള ചലനമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഇവിടെ ജീവികളിലെ ചലനോപാധികൾ ചോദിച്ചിട്ടുണ്ട്. ബാക്ടീരിയ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞാണ് ഫ്ലജെല്ലം. അമീബ എങ്ങനെയാണ്? കപടപാദം ഉപയോഗിച്ചാണ്. ഹൈഡ്രയിലോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. ടെൻഡക്കിൾ ഉപയോഗിച്ചാണ്. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനിലെ ശരീര ചലനങ്ങളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് കോശദ്രവ്യ ചലനത്തെ കുറിച്ചാണ്. അതായത് കോശങ്ങൾക്കുള്ളിലെ പദാർത്ഥ വിതരണത്തിന് സഹായിക്കുന്നതാണ് കോശദ്രവ്യ ചലനങ്ങൾ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലുടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്നത് ഈ കോശദ്രവ്യ ചലനങ്ങൾ വഴിയാണ്. കോശങ്ങൾക്കുള്ളിലെ പദാർത്ഥങ്ങളുടെ വിതരണത്തിന് സഹായിക്കുന്നത് കോശദ്രവ്യ ചലനങ്ങളാണ്. അടുത്തത് സ്യൂഡോപോഡിയൽ ചലനം. എന്താണ് സ്യൂഡോപോഡിയൽ ചലനം? ശരീരത്തിലെ ശ്വേതരക്താണുക്കളിലെ കപടപാദങ്ങൾ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്നു. ശരീരത്തിലെ ശ്വേതരക്താണുക്കള് രോഗപ്രതിരോധത്തിനുമായിട്ട് കപടപാദങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നുണ്ട്. അതാണ് സ്യൂഡോപോഡിയൽ ചലനം. അടുത്തത് ഫ്ലജെല്ലാർ ചലനമാണ്. ഇതിനുദാഹരണം നമ്മുടെ മനുഷ്യന്റെ ബീജകോശങ്ങളിലെ ചലനമാണ് ഫ്ലജെല്ലാർ ചലനം. അടുത്തത് സീലിയറി ചലനമാണ്. അത് നമ്മുടെ ശ്വാസനാളത്തിലെ സീലിയകള്, ഈ സീലിയകള് പൊടിപടലങ്ങളെയും ശ്രേഷ്ഠമത്തെയും പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അതാണ് സീലിയറി ചലനം എന്ന് പറയുന്നത്. അടുത്തത് പേശി ചലനമാണ്. അതായത് പേശികളിലെ സങ്കോചവും പൂർവസ്ഥിതി പ്രാപിക്കലും വിവിധ ചലനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ശരീര ചലനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? 5 ഉണ്ട്. കോശദ്രവ്യ ചലനങ്ങൾ, സ്യൂഡോപോഡിയൽ ചലനം, ഫ്ലജെല്ലാർ ചലനം, സീലിയറി ചലനം, പിന്നെ ഇതാണ് പേശി ചലനം. എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് കോശദ്രവ്യ ചലനം? അതായത് കോശങ്ങൾക്കുള്ളിലെ പദാർത്ഥങ്ങളുടെ വിതരണത്തിന് സഹായിക്കുന്നത് കോശദ്രവ്യ ചലനമാണ്. പിന്നെ സ്യൂഡോപോഡിയൽ ചലനം,
അതായത് ശരീരത്തിലെ ശ്വേതരക്താണുക്കള് രോഗപ്രതിരോധത്തിന് വേണ്ടി കപടപാദങ്ങൾ രൂപീകരിച്ച് സഞ്ചരിക്കുന്നതാണ് സ്യൂഡോപോഡിയൽ ചലനം. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സീലിയറി ചലനം, ശ്വാസനാളം അവിടൊക്കെ ഉള്ള കോശങ്ങളിലെ സീലിയയുടെ ചലനമാണ് എന്ത്, പൊടിപടലങ്ങളിലൊക്കെ സംരക്ഷിക്കുന്നത് ഈ സീലിയറി ചലനമാണ്. പിന്നെ പേശി ചലനം, പേശികളുടെ സങ്കോചവും വികാസവും വഴി ശരീരഭാഗങ്ങൾ ചലിപ്പിക്കുന്നു, അതാണ് പേശി ചലനം. പേശികളുടെ പ്രവർത്തനമാണ് മനുഷ്യനിലെ വൈവിധ്യമാർന്ന ചലനങ്ങൾക്കും സഞ്ചാരങ്ങൾക്കും കാരണമാകുന്നത്. ഇനി പേശികലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ശരീരചലനങ്ങൾക്ക് കാരണമാകുന്ന സവിശേഷ കലകളാണ് പേശികൾ. ശരീരത്തിൽ വിവിധ തരത്തിലുള്ള പേശികളുണ്ട്. ഇവ നിർമ്മിച്ചിരിക്കുന്നത് പേശി കോശങ്ങൾ കൊണ്ടാണ്. പേശി കോശങ്ങളിൽ മർമ്മവും മിക്ക കോശാംഗങ്ങളും കാണപ്പെടുന്നു. പേശി കോശങ്ങളിൽ മർമ്മവും മിക്ക കോശാംഗങ്ങളും കാണപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റ് കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആക്സിൻ, മയോസിൻ, ഇമ്പോർട്ടന്റ് ആണ്, ആക്സിന്, മയോസിൻ എന്നിങ്ങനെ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള പ്രോട്ടീൻ തന്തുക്കൾ ഉണ്ട്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീൻ തന്തുക്കൾ ഏതൊക്കെയാണ്? ആക്റ്റിനും മയോസിനുമാണ്. ഇവയാണ് എന്ത്, ഇവ മൂലമാണ് പേശികൾ സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നത്. ശരീരഭാഗങ്ങളിലെ ചലനവും സാധ്യമാകുന്നു. ഏതാണ്? ഈ രണ്ട് പേര് പഠിച്ചു നോക്കുക, ആക്റ്റിനും മയോസിനും. പ്രോട്ടീൻ തന്തുക്കൾ ഏതാണെന്ന് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ശരീരചലനങ്ങൾക്ക് കാരണമാകുന്ന സവിശേഷ കലകളാണേത്? പേശി കലകൾ എന്ന് പറയുന്നത്. പേശി കോശങ്ങളിൽ മർമ്മവും ഉണ്ട്, മറ്റു കോശങ്ങൾ ഉണ്ട്. മറ്റു കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രോട്ടീൻ തന്തുക്കൾ ഏതൊക്കെയാണ്? ആക്റ്റിനും മയോസിനും. ഇവയാണ് എന്ത്, പേശികൾ സങ്കോചിക്കുന്നതിനും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനും സഹായിക്കുന്നത്. ശരീരഭാഗങ്ങളിലെ ചലനം സാധ്യമാകുന്നു. പ്രോട്ടീൻ തന്തുക്കൾ ഏതാണെന്ന് പഠിച്ചു വെക്കണം, ഏതൊക്കെയാണ്? ആക്റ്റിനും മയോസിനും. വിവിധ തരം പേശികളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഏതൊക്കെയാണ്? അസ്ഥിപേശി, മൃദുലപേശി, ഹൃദയപേശി. ആദ്യം അസ്ഥിപേശിയാണ്. അസ്ഥികളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ സാധിക്കും. ഇവയെ ഐച്ഛിക പേശികൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് കൈകാലുകളിലെ പേശിയാണ്. അടുത്തത് മൃദുലപേശിയാണ്. ആമാശയം, അന്നനാളം, രക്തക്കുഴലുകൾ തുടങ്ങിയ ഉള്ളുപൊള്ളയായിട്ടുള്ള ആന്തരിക അവയവങ്ങളിലെ ഭിത്തികളിൽ കാണപ്പെടുന്നതാണ് ഏത്? മൃദുലപേശി. നമുക്ക് നിയന്ത്രണത്തിലല്ലാത്ത സ്വയമേ പ്രവർത്തിക്കുന്നതുകൊണ്ട് അനൈച്ഛിക പേശികൾ എന്നാണ് മൃദുലപേശിയെ അറിയപ്പെടുന്നത്. ഇൻവോളണ്ടറി മസിൽസ് ആണ്. ഇവയിൽ വരകള് ഇല്ല. അടുത്തത് ഹൃദയപേശിയാണ്. ഹൃദയഭിത്തിയിൽ മാത്രം കാണപ്പെടുന്ന സവിശേഷ പേശിയാണ് ഹൃദയപേശി. ശാഖകളുള്ള ഘടനയാണ് ഇവയ്ക്ക് ഉള്ളത്. ഇതും എന്താണ്? അനൈച്ഛിക പേശിയാണ്. ജനനം മുതൽ മരണം വരെ ഒരേ താളത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്നതാണ് ഹൃദയ പേശി. അനൈച്ഛിക പേശിയാണ് ഏതൊക്കെ? മൃദുലപേശിയും ഹൃദയപേശിയും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഇവിടെ കൈകാലുകളിലെ ചലനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൈകള് മടക്കുന്നതിനും നിവക്കുന്നതിനും രണ്ടു പേശികൾ വിപരീത ദിശയിൽ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെയാണ് എന്ത്? പരസ്പര വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ മടക്കൽ പേശി, നിവർത്തൽ പേശി, ടെൻഡൻ ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് എന്ത്? ടെൻഡൻ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം, ഇത് PYQ ക്വസ്റ്റ്യൻ ആണ്. പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ടെൻഡൻ ആണ്. PYQ ആണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പേശിയെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ടെൻഡൻ ആണ്. അടുത്തത് പേശിക്ലമത്തെ കുറിച്ച് പഠിച്ചു വെക്കണം, PYQ ആണ്. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പേശികൾ തുടർച്ചയായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇതിന് കുറെ ഊർജം ആവശ്യമാണ്. പേശി കോശങ്ങളിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കോശ ശ്വസനം നടന്ന് ATP രൂപപ്പെടുന്നുണ്ട്. ATP തന്മാത്രകളിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് എന്ത്? ഈ പേശികൾ പ്രവർത്തിക്കുന്നത്. അസ്ഥി പേശികൾക്ക് തുടർച്ചയായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഉദാഹരണത്തിന് വ്യായാമം സമയത്തൊക്കെ വേണ്ട അളവിൽ ഓക്സിജൻ ലഭിച്ചില്ലെങ്കിൽ പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് എന്ത്? പേശിക്ലമം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. അടുത്തത് മനുഷ്യാസ്ഥികൂടത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യാസ്ഥികൂടത്തെ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധാസ്ഥികൂടം. അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് 80 എണ്ണമാണ്.
126 എണ്ണമാണ് അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത്. ആ നമ്പർ ഒന്ന് പഠിച്ചു വെക്കണം. PYQ ആണ്. ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നതാണ് അക്ഷാസ്ഥികൂടം. ഇതില് തലയോടില് 29 അസ്ഥികളാണ്. മാറല് 1, വാരിയല് 24, നട്ടെല്ല് 26, അങ്ങനെ ടോട്ടല് 80 എണ്ണമാണ് അക്ഷാസ്ഥികൂടത്തില് വരുന്നത്. അനുബന്ധാസ്ഥികൂടത്തില് എന്ന് പറയുന്നത് കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളാണ് അനുബന്ധാസ്ഥികൂടത്തില് വരുന്നത്. അത് ടോട്ടല് 126 എണ്ണാണ്. തോൾവലയം 4, ശ്രേണി വലയം 2, കൈകൾ ഒരു കൈയിലെ കാര്യം പറയുന്നത് 30. അപ്പൊ 2 കൈയൂടെ ആകുമ്പോൾ × 2 60 വരും. കാലും അതുപോലെ തന്നെയാണ് 60. അങ്ങനെ ടോട്ടല് 126. ടോട്ടല് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ടോട്ടല് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. അത് പഠിച്ചു വെക്കണം. PYQ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അസ്ഥിയുടെ ഘടനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. PSC റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കണം. അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ 18% വരും. എത്രയാണ്? 18%. ശരീരത്തിന്റെ ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞു കാണുന്ന ആവരണം ഏതാണ്? പെരിഓസ്റ്റിയം. PYQ ആണ്. അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന ആവരണം ഏതാണ്? പെരിഓസ്റ്റിയം ആണ്. PYQ ആണ്. പഠിച്ചു വെക്കണം. പെരിഓസ്റ്റിയം. അസ്ഥികളില് രക്തക്കുഴലുകളും നാഡികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? രക്തക്കുഴല്, നാഡികള്, ലിംഫ് വാഹി. കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീൻ. എന്തൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീന്, ലവണങ്ങൾ. ഇവയാണ് എന്ത്? നമ്മുടെ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നത്. അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്ന എന്തൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീന്, ലവണങ്ങൾ. ഇവയൊക്കെയാണ്. അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കല്, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. ഇത് പഠിച്ചു വെക്കണം. ഇതും PYQ ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങൾ. എന്താണ്? അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കല്, പിന്നെ ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ. ഇതൊക്കെ ഏത് കോശമാണ് ചെയ്യുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശമാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശം. അതുപോലെ അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന ആവരണം ഏതാണ്? പെരിഓസ്റ്റിയം ആണ്. അസ്ഥികള് മനുഷ്യ ശരീരഭാരത്തിന്റെ 18% എന്താണ്? അസ്ഥികളാണ്. അടുത്തത് തരുണാസ്ഥിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അസ്ഥികളെക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായിട്ടുള്ള യോജക കലയാണ് എന്ത്? തരുണാസ്ഥി. പഠിച്ചു വെക്കണം. അസ്ഥികളെക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായിട്ടുള്ള യോജക കലയാണ് തരുണാസ്ഥി. കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, കണങ്കാലുകൾ എന്നിവയിലും വാരിയെല്ലുകളുടെ അഗ്രങ്ങളിലും നട്ടെല്ലിലെ കശേരുകൾക്കിടയിലും ചെവിക്കുടയിലും മൂക്കിന്റെ അഗ്രഭാഗത്തും ശ്വാസനാളത്തിലും കാണപ്പെടുന്നു. തരുണാസ്ഥി കാണപ്പെടുന്ന എവിടെയൊക്കെയാന്ന് പഠിച്ചു വെക്കണം. PYQ ആണ്. കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ എന്നിവയിലും വാരിയെല്ലിന്റെ അഗ്രങ്ങളിലും നട്ടെല്ലിലെ കശേരുക്കൾക്കിടയിലും ചെവിക്കുട, ഇമ്പോർട്ടന്റ് ആണ് ചെവിക്കുട, അതുപോലെ മൂക്കിന്റെ അഗ്രഭാഗത്തും ശ്വാസനാളത്തിലും ഒക്കെയാണ് തരുണാസ്ഥി കാണപ്പെടുന്നത്. അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥി അസ്ഥിസന്ധികളിലെ ഘർഷണം. പഠിച്ചു വെക്കണം. അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നത് തരുണാസ്ഥിയാണ്. തരുണാസ്ഥിയില് രക്തക്കുഴലുകളോ നാഡികളോ ഇല്ല. രക്തക്കുഴലും നാഡിയൊന്നുമില്ല. രക്തക്കുഴലുകളുടെ അഭാവം മൂലമാണ് തരുണാസ്ഥി മറ്റ് കലകളെക്കാൾ സാവധാനത്തില് വളരുന്നത്. അതുപോലെ മൃദുവായതും അതുകൊണ്ട് തന്നെയാണ്. പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. തരുണാസ്ഥി കാണപ്പെടുന്ന എവിടേക്കാന്ന് പഠിച്ചു വെക്കുക. എവിടേക്കാണ്? കൈമുട്ട്, കാൽമുട്ട്, കണങ്കാല് എന്നിവയിലും വാരിയെല്ലുകളുടെ അഗ്രങ്ങളിലും അതുപോലെ നട്ടെല്ലിലെ കശേരുക്കൾക്കിടയിലും ചെവിക്കുടയിലും മൂക്കിന്റെ അഗ്രഭാഗത്തും ശ്വാസനാളത്തിലും ഒക്കെയാണ് തരുണാസ്ഥി കാണപ്പെടുന്നത്. അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കുന്നത് തരുണാസ്ഥിയാണ്. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ ജീവികളിലും മനുഷ്യനെ പോലെ അസ്ഥി നിർമ്മിത ചട്ടക്കുടം, അതായത് ആന്തരിക അസ്ഥികുടം ഇല്ല. ഈ ജീവികളിൽ ഓരോന്നിലും ചട്ടക്കൂട്, അതായത് ആന്തരിക അസ്ഥികുടം വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് നോക്കാം. ആദ്യം മണ്ണിരയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണിരയുടെ ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ട്. മണ്ണിരയുടെ ശരീര ആകൃതി നിലനിർത്തുന്നതിനും സഞ്ചാരത്തിനും ജലമാണ് അവിടെ ഉപാധി. ഈ സംവിധാനം പൊതുവെ ഹൈഡ്രോസ്കെലിട്ടൺ എന്നാണ് അറിയപ്പെടുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക. ഹൈഡ്ര, ഒച്ച് എന്നിവയിലും ഹൈഡ്രോസ്കെലിട്ടൺ ചലനത്തിന് സഹായിക്കുന്നു.
മണ്ണിരയുടെ ശരീരത്തിനുള്ളില്, അതായത് ജീവികളിൽ വ്യത്യസ്തമാണ്. മനുഷ്യനെ പോലെ ആന്തരിക അസ്ഥികൂടം ഇല്ല. മണ്ണിരയുടെ കാര്യത്തില് ശരീരത്തിനുള്ളിൽ ദ്രവമാണ് നിറഞ്ഞിരിക്കുന്നത്. ശരീരത്തിന്റെ ആകൃതി നിലനിർത്തുന്നതും സഞ്ചാരത്തിനൊക്കെ സഹായിക്കുന്നത് ഈ ജലമാണ്. ഇതിനെ അറിയപ്പെടുന്നതാണ് എന്ത്? ഹൈഡ്രോസ്കെൽട്ടൺ. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഞണ്ട്, കക്ക, ചിപ്പി എന്നീ ജന്തുക്കളിൽ കാണപ്പെടുന്ന കാൽസ്യം കാർബണേറ്റ് മുഖ്യ ഘടകമായ കാഠിന്യമുള്ള പുറന്തോട്. ഞണ്ട്, കക്ക, ചിപ്പി ഈ ജന്തുക്കളിൽ എങ്ങനെയാണ് കാഠിന്യമുള്ള പുറന്തോടുണ്ട്. അത് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് ഉള്ളതാണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ പുൽച്ചാടി, പാറ്റ ഇവയില് കൈറ്റിൻ പഠിച്ചു വെക്കുക. കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബാഹ്യ ആവരണവും ബാഹ്യ അസ്ഥികൂടം ആണ്. ഇവയാണ് പേശികളെ ഉചിത സ്ഥാനങ്ങളിൽ ബന്ധിപ്പിച്ച് ചലനത്തിനും സഞ്ചാരത്തിനും ശരീര സംരക്ഷണത്തിനും സഹായിക്കുന്നത്. ഇതാണ് ജീവികളിലെ ബാഹ്യ അസ്ഥികൂടത്തില് വരുന്നത്. എന്തൊക്കെയാണ്? ഞണ്ട്, കക്ക, ചിപ്പി, അതുപോലെ പാറ്റ, പുൽച്ചാടി ഇവയിലൊക്കെ ബാഹ്യ അസ്ഥികൂടമായിട്ട് വരുന്നത്. ഞണ്ട്, ചിപ്പി, അതുപോലെ കക്ക ഇതില് എന്താണ്? പുറന്തോട്, കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള പുറന്തോടാണ് അതിന്റെ സുരക്ഷാ കവചം. പിന്നെന്താണ്? പുൽച്ചാടി, പാറ്റ അവയുടെയൊക്കെ എന്താണ്? കൈറ്റിൻ കൊണ്ടാണ് അതിന്റെയൊക്കെ ബാഹ്യ ആവരണം നിർമ്മിച്ചിരിക്കുന്നത്. ബാഹ്യ അസ്ഥികൂടത്തിൽ വരുന്ന അതൊക്കെയാണ്. അടുത്ത ആന്തരിക അസ്ഥികൂടത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള നട്ടെല്ലുള്ള ജീവികളില് തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ടുള്ള ചട്ടക്കൂടാണ്. ശരീരത്തിന് ആകൃതി നൽകുന്നതും അവയവങ്ങളെ സംരക്ഷിക്കുന്നതും ചലനത്തിനും സഞ്ചാരത്തിനും സഹായിക്കുന്നത് ആന്തരാസ്ഥികൂടമാണ്. മണ്ണിരയിൽ എന്താണ്? ശരീരാകൃതി നിലനിർത്തുന്നതും അതുപോലെ സഞ്ചാരത്തിനുമൊക്കെ സഹായിക്കുന്നത് എന്താണ്? അതിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ്. ഹൈഡ്ര ഒച്ച് അതിന്റെ കേസിലും സെയിം ആണ്. അതിനെ അറിയപ്പെടുന്നത് ഹൈഡ്രോസ്കെൽട്ടൺ എന്നാണ്. ബാഹ്യ അസ്ഥികൂടം ഏതൊക്കെ ജീവികളിലാണ്? ഞണ്ട്, കക്ക, ചിപ്പി ഇതിലൊക്കെ. പിന്നുള്ളത് പുൽച്ചാടി, പാറ്റ ഇവയില് കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബാഹ്യ ആവരണമുണ്ട് അതിനൊക്കെ. പിന്നെ ആന്തരിക അസ്ഥികൂടം മനുഷ്യൻ ഉൾപ്പെടെയുള്ള നട്ടെല്ലുള്ള ജീവികളിലാണ് എന്ത്? തരുണാസ്ഥി, അസ്ഥി ഇവ കൊണ്ടുള്ള ചട്ടക്കൂട്. നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നതും അവയവങ്ങളെ സംരക്ഷിക്കുന്നതും അതുപോലെ ചലനത്തിനും സഞ്ചാരത്തിനും ഒക്കെ സഹായിക്കുന്നത് ഈ ആന്തരിക അസ്ഥികൂടമാണ്. അടുത്തത് അസ്ഥിസന്ധികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജോയിൻസ്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. ഇങ്ങനെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലൂടെയാണ് ചലനം സുഗമമാകുന്നത്. അസ്ഥിയുടെ ഘടനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്, പഠിച്ചു വെക്കണം. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? ലിഗമെന്റ് ആണ്. PYQ ആണ്. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ് ആണ്. നമ്മൾ പഠിച്ചായിരുന്നു പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം എന്താണ്? ടെൻഡൻ ആണ്. മാറിപ്പോലെ. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ലിഗമെന്റ്സ് ആണ്. അത് PYQ ആണ്. ഇതിന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ക്യാപ്സൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്യാപ്സൂൾ ആണ് അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നത്. എന്താണ്? ക്യാപ്സ്യൂൾ. അതും പഠിച്ചു വെക്കുക. അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ്സ് ആണ്. അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ക്യാപ്സ്യൂൾ അതാണ് ചലനത്തിന് സഹായിക്കുന്നത്. ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിഞ്ഞ് തരുണാസ്ഥി കാണപ്പെടുന്നുണ്ട്. ഈ തരുണാസ്ഥിയാണ് അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നത്. ഇതെല്ലാം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും, പഠിച്ചു വെക്കുക. അടുത്ത പറഞ്ഞിരിക്കുന്നത് സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവം ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? സൈനോവിയൽ ദ്രവമാണ്. സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവം എന്താണ്? സൈനോവിയൽ ദ്രവമാണ്. ഈ സൈനോവിയൽ ദ്രവവും അസ്ഥികൾ തമ്മിലുള്ള കർഷണം കുറയ്ക്കുന്നുണ്ട്, തരുണാസ്ഥിയും കുറയ്ക്കുന്നുണ്ട്. പിന്നെ സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? ഈ സൈനോവിയൽ സ്തരത്തിലെ സൈനോവിയൽ കോശങ്ങളാണ് എന്ത്? സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് വിവിധ തരം അസ്ഥികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യമാണ്. ഗോളർ സന്ധി എന്ന് പറയുന്നത് അതിന് എല്ലാ ദിശയിലേക്കും ചലനം സാധ്യമാകും. എക്സാമ്പിള് തോളല്ലും ഇടുപ്പല്ലും ഒക്കെയാണ്. അടുത്ത വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്ന് വെച്ചാൽ ഒരു ദിശയിലേക്ക് മാത്രമേ ചലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിള് കൈമുട്ടും കാൽമുട്ടും ഒക്കെയാണ്. അടുത്തത് കീലസന്ധി. കീലസന്ധി ഒരു അക്ഷത്തില് തിരിയാൻ സഹായിക്കുന്നു. ഉദാഹരണം കഴുത്താണ്. ഇവിടെ
പിക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. അസ്ഥികൾ പരസ്പരം തെന്നി നീങ്ങും. ഉദാഹരണം എന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. കൈത്തണ്ട, കണങ്കാല്, അതൊക്കെയാണ് തെന്നി നീങ്ങുന്ന സന്ധിക്ക് എക്സാമ്പിൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കോളറ സന്ധിക്ക് എക്സാമ്പിൾ തോളലും ഇടുപ്പിലും ഒക്കെയാണ്. വിജാഗിരി സന്ധിക്ക് കൈമുട്ട്, കാൽമുട്ട്. കീലസന്ധിക്ക് കഴുത്താണ്. തെന്നി നീങ്ങുന്ന സന്ധിക്ക് എക്സാമ്പിൾ ആണ് കൈത്തണ്ടയും കണങ്കാലും ഒക്കെ. അടുത്തത് ശരീര വളർച്ചയെക്കുറിച്ചും അസ്ഥികളുടെ വികാസത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായിട്ടുള്ള പാലുൽപ്പന്നങ്ങൾ, തൈരും വെണ്ണയും പിന്നെ മത്സ്യങ്ങളും ഇലക്കറികളും ഒക്കെ നമ്മൾ കുട്ടിക്കാലത്തും കൗമാരത്തിലും ഒക്കെ അസ്ഥികളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കഴിക്കണം. കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. ത്വക്കിൽ സ്വാഭാവികമായിട്ടും വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് കൂടുതലും ലഭിക്കുന്നത്. പിന്നെ മുട്ട, കൊഴുപ്പുള്ള മത്സ്യം, മത്തിയും അയിലയൊക്കെ, ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ ഉറവിടങ്ങളാണ്. അസ്ഥി വികാസത്തിൽ പ്രോട്ടീൻ അത്യാവശ്യമായതുകൊണ്ട് ഇറച്ചി, അതുപോലെ ബീൻസ്, പയർ, ഇതൊക്കെ കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായമാകുന്നതോടെ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് എല്ലുകൾ കൂടുതൽ ദുർബലമാകുകയും ഒടിവുകൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. അസ്ഥിയുടെ ശോഷണം തടയുന്നതിന് പോഷകാഹാരത്തിന്റെ നിർണായക പങ്ക് ഉണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈറ്റമിൻ ഡിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അസ്ഥികൾക്ക് മെയിനായിട്ട് വേണ്ടത് വൈറ്റമിൻ ഡി ആണ്. അത് നമുക്ക് കൂടുതൽ ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന്. അത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. അടുത്ത ഇവിടെ വൈറ്റൽ കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായിട്ട് നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണെന്ത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണ് ഇത്. വ്യക്തിയുടെ ശ്വസനാരോഗ്യത്തിന്റെ അളവ് കൂടിയാണ് ഇത്. ഈ അളവ് പുരുഷന്മാരിൽ ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളിൽ 3 ലിറ്ററും ആണ്. വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ സൂചനയാണ്, പഠിച്ചു വെക്കണം. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായിട്ട് നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണെന്ത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവും കൂടാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്ന അസ്ഥികള്, പേശികള്, ഇവയ്ക്കുണ്ടാകുന്ന തകരാറാണ്. ഇമ്പോർട്ടന്റ് ആണ്, PSC ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചതാണ്. ഓസ്റ്റിയോപോറോസിസ് അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ത്? ഓസ്റ്റിയോപോറോസിസ്. പ്രോട്ടീന്, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവമാണ് ഈ രോഗത്തിന് കാരണം. എന്താണ്? അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥിയുടെ കാഠിന്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. അടുത്തത് റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് പഠിച്ചു വെക്കണം. ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചിലരില് തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിക്കും. ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചിലരില് ഈ തരുണാസ്ഥിയും സൈനോവിയൽ ദ്രവത്തെയും നശിപ്പിക്കും. ഇത് സന്ധികളില് നമുക്ക് വേദനയും നീർവീക്കവും ഒക്കെ ഉണ്ടാകും. ഈ വൈകല്യം പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. പഠിച്ചു വെക്കുക, റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് പേശി ക്ഷയം ചോദിച്ചിട്ടുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് പേശിക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥയാണ് പേശിക്ഷയം. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായിട്ട് ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പേശിക്ഷയത്തിന്റെ പ്രധാന കാരണം. അടുത്ത ഉളുക്കാണ്. സന്ധിയിലെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ്, നമ്മൾ പഠിച്ചാൽ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ്സ് ആണ്. ഈ ലിഗമെന്റ് വലിയോ പൊട്ടുകയോ ചെയ്തുണ്ടാകുന്ന പരുക്കാണ് ഉളുക്കെന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് കണങ്കാല്, കൈത്തണ്ട, കാൽമുട്ട് തുടങ്ങിയവയിലെ സന്ധികളെയാണ് ബാധിക്കുന്നത്. വേദന, വീക്കം, ചതവ്, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഉളുക്കിന്റെ ലക്ഷണങ്ങൾ. എല്ലാം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇവിടെ ബോക്സിൽ ഡിസ്ക് തെറ്റലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ശരീരത്തിന് താങ്ങ് നൽകുന്നതിനോടൊപ്പം സുഷുമ്നയ്ക്ക് സംരക്ഷണം നൽകുന്ന ഭാഗമാണെന്ത്? നട്ടെല്ല്. നട്ടെല്ലിനുള്ള ഓരോ അസ്ഥിയെയും കശേരു എന്നാണ് വിളിക്കുന്നത്. ഈ നട്ടെല്ലിലെ ഓരോ അസ്ഥിയെയും കശേരു എന്നാണ് വിളിക്കുന്നത്. രണ്ട് കശേരുക്കൾക്കിടയിൽ ജെല്ല് പോലുള്ള വസ്തു എന്താണ്? ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്.
രണ്ട് കശേരുക്കൾക്കിടയിൽ ജെല്ല് പോലുള്ള വസ്തു നിറഞ്ഞ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്ന സവിശേഷ ഭാഗം കാണപ്പെടുന്നുണ്ട് രണ്ട് കശേരുക്കൾക്കിടയിൽ. ഇവയാണ് നട്ടെല്ലിന് വഴക്കം നൽകുകയും അതുപോലെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. നട്ടെല്ലിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്താണ്? ഈ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് ആണ്. ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കിന്റെ സാന്നിധ്യമാണ് നമുക്ക് കുനിയുകയും നിവരുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ശരീരഭാരത്തെ നട്ടെല്ലിലുടനീളം തുല്യമായിട്ട് വിതരണം ചെയ്യുന്നതും ഈ ഡിസ്ക് ആണ്. ഏത്? ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് ആണ്. കശേരുക്കളുടെ തേയ്മാനം, പെട്ടെന്നുള്ള ആഘാതം, നട്ടെല്ലിന് ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം എന്നിവ മൂലം ഈ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കിന്റെ ഉൾഭാഗത്തെ ജെല്ല് പോലുള്ള ഭാഗം പുറത്തേക്ക് തള്ളാൻ ഇടവരും. ഈ അവസ്ഥയാണ് എന്ത്? ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത്. ഈ തള്ളല് സുഷുമ്നാ നാഡികളിൽ സമ്മർദ്ദം ചെലുത്തും. അപ്പൊ നമുക്ക് ശരീരഭാഗങ്ങളിൽ വേദനയും മരവിപ്പും ഒക്കെ ഉണ്ടാവും. ഇത് ഗുരുതരമായാൽ കഠിനമായ നടുവേദന, കാലുകളിൽ ബലക്കുറവ്, സംവേദനക്ഷമത നഷ്ടപ്പെടല് ഇതിനൊക്കെ കാരണമാകുന്നു. ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്, ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഒടിവ്, സ്ഥാനഭ്രംശങ്ങള്, മുഴകള്, അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് തകരാറുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നത് നമ്മൾ എക്സ്റേ എടുത്തിട്ടാണ്. അൾട്രാസൗണ്ട് സ്കാന്, മാഗ്നറ്റിക് റെസണൻസ് ഇമേജിങ്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നിവ വിവിധ രോഗനിർണയത്തിനുള്ള ആധുനിക സാങ്കേതിക വിദ്യയാണ്. MRI, നമ്മൾ MRI സ്കാനിങ് ഒക്കെ കേട്ടിട്ടുള്ളതാണ്. മാഗ്നറ്റിക് റെസണൻസ് ഇമേജിങ്, ഈ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കും. CT സ്കാൻ, അതിന്റെ ഫുൾ ഫോം എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നാണ്. ഇതൊക്കെയാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയിൽ വരുന്നത്. അടുത്തത് സാൻഡെ പാബയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുള്ളതാണ്. പുരാതന മനുഷ്യരുടെ അസ്ഥികളിൽ നിന്ന് DNA വിജയകരമായിട്ട് വേർതിരിച്ചെടുത്ത് പരിണാമചരിത്രം പഠനവിധേയമാക്കിയ പ്രശസ്ത സ്വീഡിഷ് സയന്റിസ്റ്റ് ആണ് ആര്? സാൻഡെ പാബോ. അദ്ദേഹമാണ് പാലിയോ ജീനോമിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ ഇട്ടത്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെ ജീനോമിനെ കുറിച്ചും മനുഷ്യ പരിണാമത്തെക്കുറിച്ചുമുള്ള നൂതന കണ്ടെത്തലിന് അദ്ദേഹത്തിന് 2022 നോബേല് ലഭിച്ചത്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. PSC ടെക്സ്റ്റിലൊക്കെ നോബേല് ചോദിക്കാറുണ്ട്. 2023 റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചായിരുന്നു. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. സാൻഡെ പാബോയ്ക്ക് 2022 നോബല് ലഭിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? ഈ വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെ ജീനോമിനെ കുറിച്ചും മനുഷ്യ പരിണാമത്തെ കുറിച്ചുമുള്ള കണ്ടെത്തലിന് അദ്ദേഹത്തിന് 2022 നോബേല് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ഇവിടെ സസ്യങ്ങളിലെ ചലനമാണ് പറഞ്ഞിരിക്കുന്നത്. ജന്തുക്കളിൽ മാത്രമല്ല സസ്യങ്ങളിലും ചലനമുണ്ട്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ചാണ് സസ്യചലനങ്ങൾ നടക്കുന്നത്. ജീവജാലങ്ങളില് പ്രതികരണത്തിന് കാരണമാകുന്ന ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള പ്രേരണയാണ് എന്ത്? ഉദ്ദീപനം എന്ന് പറയുന്നത്. പ്രകാശം, ജലം, ഭൂഗുരുത്വം, സ്പർശം, രാസവസ്തുക്കൾ, ഇതൊക്കെ സസ്യചലനത്തിനിടയാക്കുന്ന ഉദ്ദീപനങ്ങളാണ്. സസ്യചലനത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ട്രോപ്പിക ചലനം എന്നും നാസ്തിക ചലനം എന്നും. ട്രോപ്പിക ചലനം എന്ന് പറയുന്നത് ഈ ഉദ്ദീപന ദിശയ്ക്കനുസരിച്ചുള്ള ചലനത്തിൽ വരുന്നതാണ് ട്രോപ്പിക ചലനം. നാസ്തിക ചലനം എന്ന് പറയുന്നത് ഉദ്ദീപന ദിശ അനുസരിച്ചല്ലാതുള്ളതാണ്. ഏത്? നാസ്തിക ചലനം. ഉദ്ദീപനത്തിന്റെ ദിശയ്ക്ക് അനുസരിച്ച് സസ്യഭാഗങ്ങൾ വളരുന്ന പ്രതിഭാസമാണ് ഏത്? ട്രോപ്പിക ചലനം. അതിന് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം, PSC ചോദിക്കും. പ്രകാശ ട്രോപ്പിക ചലനം, പിന്നെ ഭൂഗുരുത്വ ട്രോപ്പിക ചലനം, ജല ട്രോപ്പിക ചലനം, ഇതൊക്കെ ട്രോപ്പിക ചലനത്തിന് എക്സാമ്പിൾ ആണ്. ഉദ്ദീപനങ്ങളുടെ ദിശയ്ക്കനുസരിച്ചുള്ള ചലനമാണ് ഏത്? ട്രോപ്പിക ചലനം എന്ന് പറയുന്നത്. തൊട്ടാവാടിയിൽ തൊടുമ്പോൾ അത് പെട്ടെന്ന് വാടിപ്പോകുന്നതൊക്കെ നാസ്തിക ചലനത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ പോയിന്റ്സ്. ഒന്നുകൂടെ കേട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ പോയിന്റും കൊടുക്കുക. താങ്ക് യു.